പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് അയക്കുന്നതിനെതിരെ കേരള വനിതാ കമ്മീഷൻ പ്രതികരിച്ചപ്പോൾ മുതൽ കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന് നിരവധി പരാതികളാണ് കമ്മീഷന് ലഭിച്ചുവരുന്നത്. ഇതിൽ പീഡനങ്ങൾ മുതൽ ദുരൂഹ മരണങ്ങൾ വരെയുണ്ട്. ഇത്തരത്തിൽ 75ലധികം പരാതികളാണ് വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് സഭയിലെ ബിഷപ്പുമാരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമ്മീഷൻ അംഗം ടി ദേവി ഇന്ത്യ വിഷനോട് പറഞ്ഞു. ഈ പ്രശ്നം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെ വളരെ വലിയ വലിയ പ്രശ്നങ്ങൾ കമ്മീഷന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരാതികളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ബിഷപ്പുമാരുമായി, കാരണം ഇതിനെ അനുകൂലിക്കുന്നതും അതുപോലെ പ്രതികൂലിക്കുന്നതും ബിഷപ്പുമാരുണ്ട്, അവരുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് കേരള വനിതാ കമ്മീഷൻ തയ്യാറെടുത്ത് വരികയാണ്. അതേസമയം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനുള്ളിൽ കന്യാസ്ത്രീ മഠങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹ മരണങ്ങളെക്കുറിച്ച് പുനരന്വേഷണം വേണമെന്ന് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 10ഓളം കേസുകളിലാണ് ഇതുവരെ ഒരു തുമ്പുമില്ലാതെ അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ML ജോർജ് പറയുന്നു. ഫാദർ ജോബ് ചിറ്റലപ്പള്ളി മരണപ്പെട്ടപ്പോൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും പറഞ്ഞ് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച സഭാ അധികാരികൾ ഇത്തരം കാര്യങ്ങളിൽ മൗനം ഭജിക്കുന്നത് സംശയത്തിന് ഇടവരുത്തുന്ന കാര്യങ്ങളാണ്. അത് നിഷ്പക്ഷമായും നീതിപൂർവമായും ഈ കാര്യങ്ങൾ ഒരു അന്വേഷണം വേണമെന്ന് ഈ സഭാധികാരിയുടെ ഭാഗത്തുനിന്നോ മഠാധികാരികളുടെ ഭാഗത്തുനിന്നോ പറഞ്ഞു കേൾക്കാറില്ല. സിസ്റ്റർ അഭയയെ കൂടാതെ കോഴിക്കോട് കല്ലുരുട്ടിയിൽ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ സിസ്റ്റർ ജ്യോതിസ്, കൊല്ലം സെന്റ് മേരീസ് മഠത്തിലെ സിസ്റ്റർ അനൂപ മേരി, പാല രാമപുരം കോൺവെന്റിലെ സിസ്റ്റർ ബിൻസി, എരുമേലി മുക്കൂട്ടുതറ കോൺവെന്റിലെ സിസ്റ്റർ മേഴ്സി എന്നിവരുടെ മരണങ്ങൾ തമ്മിൽ സമാനതകളുണ്ടെന്നാണ് അസോസിയേഷന്റെ ആരോപണം. സുനിൽ ബേബി, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.